ബോബി എന്താ മമ്മി ഇപ്പൊ ടൈം എത്രയായി? 5:30. സ്കൂൾ എപ്പോ വിട്ടതാ? ഇതുവരെ എവിടെയായിരുന്നു നീ? മമ്മി ഞാൻ ക്രിക്കറ്റ് കാണാൻ. പഠിക്കാൻ പറഞ്ഞാൽ മടി. മാഷ് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു നിനക്കറിയോ? ഇന്ന് ട്യൂഷനുള്ള കാര്യം നീ മറന്നുപോയോ? ഇനി ട്യൂഷൻ കഴിഞ്ഞിട്ട് മതി, ബാക്കിയല്ല. സോറി സർ. സിറ്റ് ഡൗൺ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു മടുത്തു. വേറെ 4-5 സ്ഥലത്ത് ട്യൂഷനുള്ള ആളാ ഡിസൂസ. അങ്ങേര് 1.5 മണിക്കൂറെ കാത്തിരിക്കുന്നു. എന്നാ അവന് വല്ല ഭാവമാറ്റം ഉണ്ടോ? അതുമില്ല. എന്ന് കരുതി അവനെ ഉപദ്രവിക്കുകയാണോ വേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യേ, അച്ചായൻ തന്നെ അവനെ അങ്ങ് പഠിപ്പിച്ചോ. അത് കൊള്ളാം. ഞാനിനി എന്റെ ജോലികളെല്ലാം കളഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാനിരിക്കാം. ഇപ്പൊ തന്നെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 11 മണി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നു. നേരെ ചൊവ്വയെ ഒരു ദിവസമെങ്കിലും കുടുംബമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും തോന്നുന്നു എല്ലാം നിർത്തി ഒന്ന് സ്വസ്ഥമായാലോ എന്ന്. ഞാൻ അന്നേ പറഞ്ഞല്ലേ അവനെ നാട്ടിൽ ഏതെങ്കിലും നല്ല സ്കൂളിലാക്കാമെന്ന്. എടി, എന്റെയും നിന്റെയും വിദ്യാഭ്യാസ യോഗ്യത എത്രയാ? സ്വന്തമായി ഒന്ന് പേരെഴുതി ഒപ്പിടാൻ പോലും കഴിയുമായിരുന്നു നിനക്ക്. അത് അച്ചായനും ഇല്ലല്ലോ. അതാ പറഞ്ഞത്, ആ ഗതികേട് അവനുണ്ടാവരുതെന്ന്. ആകെ കൂടി ഒന്നല്ലേ ഉള്ളൂ. അവന്റെ കാര്യത്തിൽ എന്നെക്കാളും ശ്രദ്ധ നിനക്കാ വേണ്ടത്. അവൻ എല്ലാത്തിനും ഒന്നാവനായ അതിന്റെ വിലയൊന്ന് വേറെയാ. അത് പണം കൊടുത്താ കിട്ടൂല മോളെ. ബീന,
നീ ഇതുവരെ സ്കൂളിൽ പോയില്ലേ? ബസ് ഇതുവരെ വന്നില്ല പപ്പ. നീ ഒന്നും പഠിക്കുന്നില്ല, ഭയങ്കര ഉഴപ്പാണെന്നാണല്ലോ നിന്റെ മമ്മി പറഞ്ഞത്. എത്ര പേരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്നറിയോ? ദേ പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റിട്ട് വന്ന ശർമാജി വിളിച്ചാൽ ഞാൻ മിനിസ്റ്റർ കണ്ടല്ല പറഞ്ഞിട്ടു. Bobby Kurian, come here. What's this? You performed so bad. You have to bring your parents tomorrow. Yes, ma'am. എടുക്കരുതെന്ന് ഒരു 100 കൂട്ടം പഠിക്കാനുള്ളതാ. ഇവിടെ വാ മമ്മി, മിണ്ടി പോരുത്. നാണമില്ലല്ലോ നിനക്ക്? നിന്റെ ക്ലാസ്സിലെ സൈമൺ എല്ലാത്തിനും ഒന്നാമനല്ലേ? ആ ക്യാപ്റ്റൻ മോൾ ലക്ഷ്മി നിന്റെ ക്ലാസ്സിലല്ലേ? സ്കൂൾ ഫസ്റ്റ് ആണല്ലോ അവള്. ഏത് വിഷയത്തിൽ നിനക്ക് ട്യൂഷൻ ഇല്ലാത്തത്? എപ്പോ നോക്കിയാലും ഉണ്ട് ഒരു ക്രിക്കറ്റും ഒരു ഡ്രോയിങ്ങും. പപ്പ ഇങ്ങ് വരട്ടെ. പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റിട്ട് വന്ന You have to bring your parents tomorrow. परदेसी जाना नहीं, परदेसी जाना नहीं, मुझे छोड़ के परदेसी मेरे यारा, वादा निभाना तुम याद रखना, कहीं भूल न जाना। परदेसी जाना नहीं, मुझे छोड़ के। कितने? 2000। आज बहुत कम है। क्यों साहब? आज विदेशी लोग कम थे। यही नहीं 2-3 बच्चे भूखे थे, उन्हें मैंने पैसे दे दिए। दूसरी बार ऐसा किया मैं तुझे जिंदा नहीं छोड़ूंगा। जा।
ഷീസ് ഇൻസൈഡ് സർ. നമ്മുടെ ബോബി അതെ, അവൻ എങ്ങും പോയി കാണില്ല. അവന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിലും അന്വേഷിച്ചില്ലേ? എല്ലായിടത്തും അന്വേഷിച്ചു. കരയാതെ. ഹലോ, ആ ഫെഡറിക് ആണോ? എന്തായി? അവിടെ എത്തിയിട്ടില്ലേ? സാർ, സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്താലോ? സർക്കിൾ സാറിന്റെ സുഹൃത്തല്ലേ? കുട്ടികൾ വീട് വിട്ടു പോകുന്നതിന്റെ പ്രധാന കാരണം പാരന്റ്സ് ആണ്. 5 വയസ്സാകുമ്പോഴേക്കും 5 ടൺ പുസ്തകം അവനെ കൊണ്ട് ചോദിക്കും. അവന്റെ ഈ പ്രായത്തിൽ മറ്റു കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കാൻ സമ്മതിക്കാറുണ്ടോ നിങ്ങൾ? സ്കൂളിൽ അധ്യാപകരുടെ പീഡനം, വീട്ടിൽ ട്യൂഷൻ മാസ്റ്റർ, അത് കഴിഞ്ഞാൽ നിങ്ങളും. ഒടുവിൽ സ്വന്തം മാതാപിതാക്കൾ ശത്രുക്കളായി മാറുന്നവർക്ക്. താനൊക്കെ ചെറുപ്പത്തിലെ കോൺവെന്റിൽ പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ ഈ നിലയിലായത്? 20 വർഷം മുമ്പ് ഇതേ ഗോവയിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച ഒരു ചെറിയ കടവച്ചയിലായിരുന്നു എന്റെ ഉടക്കം. ഇംഗ്ലീഷ് പോയിട്ട് മലയാളം നേരെ പോയി സംസാരിക്കാൻ സാധിക്കുമായിരുന്നു എനിക്ക്. പാരന്റ്സ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് പീഡന മുറകളല്ല എടുക്കേണ്ടത്. അവരുടെ മനസ്സ് മനസ്സിലാക്കിയുള്ള പഠന രീതിയാണ്. തനിക്കറിയാമോ, കുട്ടികളെ കാണുന്നില്ല എന്ന പരാതി ഇത് ആദ്യമല്ല. അവർ ഒളിച്ചോടാനുള്ള പ്രധാന കാരണം വീട്ടിലെ താളപ്പിഴകളാണ്. സാർ, എന്റെ മോൻ എന്തെങ്കിലും അപകടം? ഏയ്, താൻ വിഷമിക്കുന്നുണ്ടോ? നമുക്ക് ശ്രമിക്കാം. ഏതായാലും ടിവിയിലും പത്രത്തിലും ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ. ആ, വിൽ ട്രൈ. പോലീസുകാരെ പോലെ ഇത്രയും ആത്മാർത്ഥമുള്ള വർഗത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർക്ക് കിട്ടാനുള്ളത് സമയാസമയത്തിന് എത്തിച്ച ഒരു പ്രശ്നവുമില്ല. പോലീസിന്റെ കാര്യങ്ങളാ. ഗോവ വിട്ട് ഇത്ര ദൂരം വന്നില്ലേ? ഇനി പറ, ഈ പയ്യനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ട്രെയിനിങ് സ്കൂളിലേക്ക്. നിങ്ങൾ എന്റെ ട്രെയിനിങ് സ്കൂൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ആവോ. क्या बात है? साहब, ये शराब नहीं पीता. नहीं पीता? जी हाँ. ला. पी. साले पियो. ഇവരെ ആദ്യം ലഹരിക്ക് അടിമയാക്കും. അങ്ങനെ സ്വബോധം നശിച്ച പിന്നെ ഇവര് എന്റെ ഉപകരണങ്ങളാ. അവസാനം ഈ മയക്കുമരുന്നുകൾക്ക് വേണ്ടി ഇവരെന്ത് പണി ചെയ്യാനും തയ്യാറാവും. എടോ ഡാനി, തനിക്കൊക്കെ ഈ പിടിച്ചുപറയും മോശം മാത്രമല്ലേ ഉള്ളൂ. ഇത് അതിലും വലുതാ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ഫാക്ടറി. ഒരു മുതലാളി വിളിക്കുന്നു, ഒരു കില്ലറ വേണമെന്ന്. ലക്ഷങ്ങൾ പറഞ്ഞ് കരാർ ഉറപ്പിക്കും. 2 പെഗ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് അയക്കും. ഇനി അഥവാ പോലീസ് പിടിച്ചാലും മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു രോഗിയുടെ മാനസിക വിഭ്രാന്തിനെ വരൂ. ഈ കാണുന്ന കുട്ടികളൊക്കെ പല പല സ്കൂളിൽ നിന്നായി കിട്ടിയതാ. വീട് വിട്ട് ചാടിപ്പോകുന്നവരെ വലവീശാൻ പ്രത്യേക കഴിവുള്ളവർ എന്റെ ഗ്യാങ്ങിലുണ്ട്. ഇന്ന് പിച്ചക്കാരായി തെരുവിൽ നടക്കുന്ന പലരും ലക്ഷപ്രഭുക്കളെ മക്കളാ. സഹോദരി സഹോദരന്മാരെ, എന്റെ അച്ഛൻ ഒരു പാറമട തൊഴിലാളിയായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. പാറ പൊട്ടി